BJP പ്രതിനിധി ഡോക്ടർ എം അബ്ദുൽ സലാമിലേക്കാണ്. അദ്ദേഹം മുൻ വൈസ് ചാൻസലർ കൂടിയാണ്. ഡോക്ടർ അബ്ദുൽ സലാം, നോക്കൂ, ഈ 2022 ഇത് പ്രാവർത്തികമായിരുന്നുവെങ്കിൽ സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് വലിയ രീതിയിൽ വലിയ ഗുണങ്ങൾ അനുഭവിക്കേണ്ട ഒരു പദ്ധതിയാണ് PM ശ്രീ. ഇതിൻ്റെ തുടക്കം മുതൽ ഇതിനോട് മുഖം തിരിച്ചു നിന്നത് കൃത്യമായി രാഷ്ട്രീയ വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ്, ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു. അന്ന് എതിർത്തവർ ഇന്ന് കളം മാറി ഇപ്പുറത്തേക്ക് വന്ന് PM ശ്രീയെ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിനിടയിൽ ഈ LDF UDF മുന്നണികൾ ചേർന്ന് ഈ ഒരു വലിയൊരു പദ്ധതി തടസ്സപ്പെടുത്തി എന്നല്ലേ പറയേണ്ടത്? തീർച്ചയായും. പക്ഷേ ഇന്ന് ഞാൻ നമ്മുടെ ചീഫ് മിനിസ്റ്ററുടെ പത്രസമ്മേളനം ശ്രദ്ധിക്കുകയായിരുന്നു. അദ്ദേഹം വളരെ ബുദ്ധിമുട്ടി പറയുന്നുണ്ടായിരുന്നു, PM ശ്രീയിൽ നിന്ന് ഞങ്ങൾ പിന്മാറില്ല. പിന്നെ അദ്ദേഹം പറയുന്നത് കരാർ വ്യവസ്ഥയിൽ ഇളവ് തേടും. ഞാൻ കഴിഞ്ഞ ഈ 18-ാം തീയതിയല്ലേ ഏതാണ്ട് ഒരു മാസമായി അവർ അധികാരത്തിൽ വന്നിട്ട്, ഇവരുടെ ഓരോരുത്തരുടെയും പ്രസ്താവനകളിങ്ങനെ വാച്ച് ചെയ്യായിരുന്നു. എനിക്ക് വളരെ വളരെ ക്ലിയറായിരുന്നു. ഇവർ പച്ച രാഷ്ട്രീയം പറഞ്ഞ് RSS എന്നോ സംഘി എന്നോ കാവ്യവൽക്കരണോ മോഡി ഭരണോ എന്നൊക്കെയുള്ള പേരുകൾ പറഞ്ഞ് മറ്റുള്ളവരിൽ എന്താ പറയുക, കേന്ദ്ര ഗവൺമെൻറ്റിനെ ചെറുതാക്കി മോശമാക്കി കാണിച്ച് ഇവിടുത്തെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഇവർ നോ ടു NEP 2020 എന്ന് ഇടതും വലതും മാറി മാറി പറഞ്ഞുകൊണ്ടിരുന്നു. അതൊന്ന്. രണ്ടാമത്, ഇന്നെങ്കിലും അദ്ദേഹം ഇത് നടത്തും എന്ന് പ്രഖ്യാപിച്ചു. നേരത്തെ പറഞ്ഞ പാനലിസ്റ്റ് പറഞ്ഞ പോലെയല്ല, വളരെ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും അങ്ങയുടെ മനസ്സും അങ്ങനെയെല്ലാം ഞങ്ങൾ പിന്മാറില്ല. ഒന്ന്. രണ്ടാമതൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് പഠിക്കാൻ. 3 ഉത്കണ്ഠയുള്ള 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, എന്താണ്? കാവ്യവൽക്കരണം പോലെയുള്ള സിലബസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റിന് സ്റ്റേറ്റ് സിലബസ് ഉപയോഗിക്കാം. പക്ഷേ നമ്മുടെ ഈ UDF LDF എന്നും പറയുക, ഇവർ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുന്ന കാവ്യവൽക്കരണം എന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് അത് ഒരു സൈഡിൽ വലിയ കൺഫ്യൂഷനാക്കി നിർത്തും. അതാണ് സിലബസ്. സിലബസിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. സ്റ്റേറ്റ് ഈസ് ഫ്രീ ടു ചൂസ് ദ സിലബസ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത്, PM ശ്രീ സ്കൂളുകൾ സെലക്ട് ചെയ്യുന്നതിന് ഞങ്ങളെ അങ്ങ് ഏൽപ്പിക്കണം, വേറെ ആരെയും കൊടുക്കാൻ പാടില്ല. ഇന്നൊരു ഓൾ ഇന്ത്യ ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ അനുസരിച്ച് വേണം ഓരോ ബ്ലോക്കിലും ഒരു എലിമെൻ്ററി സ്കൂളും ഒരു ഹയർ സെക്കൻഡറി സ്കൂളും 2 വീതം വെച്ച് ഒരു ആദ്യം അപ്ലൈ ചെയ്യുന്നതിന് സ്റ്റേറ്റ് സ്ക്രീൻ ചെയ്യണം. അത് കഴിഞ്ഞ് ഡൽഹി പോകണം. ഡൽഹിക്കാർ ഫൈനലായിട്ട് ഒരു നാഷണൽ പോളിസി വെച്ച് സ്ക്രീൻ ചെയ്യും. അതുകൊണ്ട് ഇക്വിറ്റബിളായിട്ടും എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിൽ ഒരു എന്താ പറയുക, ജസ്റ്റിസിന് വേണ്ടി ഒരു ഓൾ ഇന്ത്യ പാറ്റേൺ ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിൽ ഇവർ പറയുന്നത് ഇവരെ കയ്യിൽ കൊടുക്കണം. എന്താ അതിനർത്ഥം? ഇവരെ കൊടുത്താലും ആരെ കൊടുത്താലും ഒരു യൂണിഫോം സ്റ്റാൻഡേർഡ് വെച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ടോട്ടലി അവരെ കൊടുക്കണമെന്ന് പറയുന്നത് ഡൽഹി സ്ക്രീനിങ് വേണ്ട എന്ന് പറയുന്ന ഒരുപക്ഷേ ഇവിടെ ഇവർക്ക് ഇഷ്ടമുള്ളവർക്കെല്ലാം കൊടുക്കാനായിരിക്കും. അത് നാഷണൽ പാറ്റേണിലേ പോകത്തുള്ളൂ. ഞാൻ പറയാൻ പോണ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2020 NEP 2020 എന്ന ഈ റിപ്പോർട്ട് വന്നു. കസ്തൂരി രംഗൻ കമ്മീഷൻ റിപ്പോർട്ട്, 7ഓളം വിദഗ്ധന്മാർ, 6.5 കൊല്ലത്തെ നീണ്ട ഡിസ്കഷൻ, 4 ലക്ഷത്തോളം പേഴ്സണൽ ഡിസ്കഷൻസ് കഴിഞ്ഞ് പല എക്സർസൈസ് കഴിഞ്ഞ് 2020 അത് പിറവിയെടുത്തു. അതിൽ വേൾഡ് ഓവർ അക്സെപ്റ്റൻസായി. 2022 മുതൽ 2027 വരെ 5 കൊല്ലത്തേക്കുള്ള പ്രോഗ്രാംസ് ഉണ്ടാക്കി. അതിൽ 2 പ്രോഗ്രാമാണ്. ഒന്ന് 27ഓളം പ്രോഗ്രാംസ് ഉണ്ട്. അതിൽ 2 പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ഇപ്പോൾ സമഗ്ര ശിക്ഷ അഭിയാൻ, വേറൊന്നാണ് PM ശ്രീ. 2022 തുടങ്ങിയത്, 2026 കഴിഞ്ഞ് 27 ഈ 5 കൊല്ലം നമ്മളിത് അഡോപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ കേരളത്തിന് ഈ 5 കൊല്ലം കൂടെ ഈ NEP 2020 ബെനിഫിറ്റ് ഈസ് ഓവർ 5,000 crores ആണ് ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. 5 കൊല്ലം 13,000 സ്കൂള്, 40-45 ലക്ഷം കുട്ടികൾ. ഇവിടെ കേരളത്തിൽ NEP 2020 5 കൊല്ലം ഇംപ്ലിമെൻ്റ് ചെയ്തിരുന്നെങ്കിൽ കുട്ടികൾക്ക് കിട്ടാവുന്ന
ആവറേജ് ഒരു കുട്ടിയുടെ ബെനിഫിറ്റ് എസ്റ്റിമേറ്റ് ചെയ്ത് ഏതാണ്ട് 3000 രൂപ പെർ സ്റ്റുഡൻറ്റ്, അല്ലെങ്കിൽ ഒരു 5000 കോടി രൂപ ഈ 5 കൊല്ലം കേരളത്തിന് വരേണ്ടത് നമുക്ക് അവകാശപ്പെട്ട പൈസ ഒരു കാര്യമില്ലാതെ കൺഫ്യൂഷൻ ഉണ്ടാക്കി പൊളിറ്റിക്സ് പറഞ്ഞ് മൈനോറിറ്റീസിനോട് പറഞ്ഞ് മൈനോറിറ്റീസ് എന്താ പറയണത്, ഇത് കാവി ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഇടതും വലതും മത്സരിച്ച് പറഞ്ഞു. അവർക്ക് തന്നെ അറിയാമായിരുന്നു ഇത് ചെയ്യുന്നത് തെറ്റാണ്, പാടില്ല, കുട്ടികളോട് ചെയ്യുന്ന അനീതിയാണ് ഒന്ന്. രണ്ടാമത് ഇപ്പോഴവർക്ക് ബുദ്ധിമുട്ട് എന്നതാ, കാലിയായ ഖജനാവ് ഒന്നുമില്ല, ദുർബല. പിന്നെ ഗർഭിണി എന്ന് പറയുമ്പോൾ എന്നാ ഗർഭിണി, 5.25 ലക്ഷം കോടിയുടെ കടം, അതും കഴിഞ്ഞ് 50,000 കോടിയോളം ബില്ല് പെൻഡിങ്, ഒന്നുമില്ല. അവർ തന്നെ ഉപയോഗിക്കുന്ന വേർഡാണ് എന്താണ്, പൂച്ച പെറ്റ് കിടക്കണ ഖജനാവ്. അവിടെ നിൽക്കുമ്പം കുട്ടികൾ കഷ്ടപ്പെടുകയാണ്. ഈ PM ശ്രീ തന്നെ ശരാശരി ഒരു കൊല്ലം 300 കോടി കിട്ടും, മറ്റതിൽ ഏതാണ്ട് 700 കോടി കിട്ടും. സമഗ്ര ശിക്ഷ അഭയാൻ ഒരു കൊല്ലം ആവറേജ് മിനിമം 1000 കോടി കിട്ടും, 5 കൊല്ലം 5000 കോടി കിട്ടും. ഇവിടുത്തെ കുട്ടികളുടെ സ്കൂൾസ് അപ്ഗ്രേഡ് ചെയ്യാനും ലാബ് ഇമ്പ്രൂവ് ചെയ്യാനും ക്ലാസ് റൂം ഇമ്പ്രൂവ് ചെയ്യാനും ടീച്ചേഴ്സിനെ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ ഇതല്ലേ ഉപയോഗിക്കേണ്ടത്. ഇത് ഉപയോഗിക്കാതെ മാറി നിൽക്കുന്ന ആരെന്ന് നിങ്ങൾ നോക്കൂ. 28 സ്റ്റേറ്റിലെ ഇന്നിപ്പോൾ കേരളം കൂടെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആകെ ബാക്കിയുള്ളത് തമിഴ്നാടാണ്. ഐ എം ഷുവർ വിജയ് വിൽ ഓൾസോ അക്സെപ്റ്റ്. ബാക്കി 27 സ്റ്റേറ്റും ഇദ്ദേഹം പറഞ്ഞെങ്കിലും ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ പോലെ അല്ല. നമ്മുടെ ചീഫ് മിനിസ്റ്റർ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ കൺഗ്രാജുലേറ്റ് ചെയ്യുകയാണ്. ഈ കേരള സ്റ്റേറ്റിലെ 45 ലക്ഷം കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും വേണ്ടി കേന്ദ്രത്തിൻ്റെ അർഹമായ ഫണ്ട് വാങ്ങാൻ തീരുമാനിച്ചു. അത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് പമ്പ് ചെയ്യാൻ തീരുമാനിച്ചു, അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. ആ തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒന്ന്. രണ്ടാമത് ഞാൻ മനസ്സിലാക്കുന്നത് LDFനെ പോലെ അല്ലേ UDF കുറച്ചുകൂടെ പ്രാക്ടിക്കലാണ്. പ്രാക്ടിക്കൽ ആയതുകൊണ്ടാണ് ചീഫ് മിനിസ്റ്റർ പറഞ്ഞത് ഞങ്ങൾ കേന്ദ്രത്തിനൊന്നും അടിക്കാനൊന്നുമില്ല, ഞങ്ങൾ നല്ല രീതിയിലൊക്കെ നിന്ന് വാങ്ങണം. അതാണ് കറക്റ്റ് പോളിസി. കിട്ടാനുള്ളതൊക്കെ വാങ്ങിയെടുക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഖജനാവിലും പൈസയില്ല, അടിച്ചു കളയേണ്ട പൈസയൊന്നുമല്ല. എന്നാൽ നമ്മളല്പം രാഷ്ട്രീയം പറയും. എന്താ വെച്ചാൽ വോട്ട് വിട്ട് കളയാൻ പറ്റത്തില്ല, അതിനിടയ്ക്കിടയ്ക്ക് നമ്മൾ രാഷ്ട്രീയം പറയും, ആവശ്യത്തിന് പൈസ വാങ്ങിച്ചെടുക്കും എന്ന് പറഞ്ഞ ആ ഒരു വിസ്ഡം, ആ പൊളിറ്റിക്കൽ വിസ്ഡം, ആ പ്രാക്ടിക്കൽ വിസ്ഡം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അത് മാത്രമല്ല UDFൻ്റെ ഇന്നത്തെ ആ ഇനീഷ്യൽ മൈൻഡ് സെറ്റ് എനിക്ക് തോന്നുന്നു നല്ല ഒരു ബന്ധം ഉണ്ടാക്കി, ഡൽഹിയുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കി മാക്സിമം ഫണ്ട് പിടിച്ചെടുത്ത് പമ്പ് ചെയ്യാനുള്ള ഡെവലപ്മെൻറ്റ് പമ്പ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് അദ്ദേഹത്തിന് കാണുന്നുണ്ട്. അതുണ്ടാകും. അതാണ് എനിക്ക് ഇന്ന് തോന്നിയ വലിയ സന്തോഷം.